140 മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. MLA-മാർ സ്ഥാനമേറ്റു. പക്ഷെ പത്തനാപുരത്ത് മാത്രം ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. തോൽവി സമ്മതിക്കാത്ത ഒരു സ്ഥാനാർത്ഥി. ഇതിനൊരു അന്ത്യം ഉണ്ടാകുമോ? ജീവിതത്തിനോട് നമ്മൾ സത്യസന്ധത പുലർത്തിയില്ല എങ്കിൽ അതെല്ലാ കാലത്തും നമുക്ക് പറ്റില്ല. അതിൻ്റെ അകത്ത് കാപട്യവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കുറേ കഴിയുമ്പോൾ ആളുകൾ തിരിച്ചറിയും. സത്യസന്ധമായി ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കത്തക്ക രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ച് അദ്ദേഹം മുന്നോട്ട് വരട്ടെ. അതല്ലാതെ ആളുകളെ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്തുകൊണ്ടൊന്നും കാര്യമൊന്നും. CPM നല്ല പഠിക്കുന്ന ആളാണ്. നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഭരണത്തിൽ വരാൻ ഇപ്പോഴാണ് കഴിഞ്ഞിട്ടുള്ളത് എങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളതാണ്. ഇപ്പോൾ 140 മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. MLA-മാർ സ്ഥാനമേറ്റു. പ്രവർത്തനങ്ങളെല്ലാം വളരെ ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ പത്തനാപുരത്ത് മാത്രം ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. തോൽവി സമ്മതിക്കാത്ത ഒരു സ്ഥാനാർത്ഥി, തോറ്റിട്ടും തോൽവി സമ്മതിക്കാത്ത ഒരു വ്യക്തി ഇപ്പോഴും കവലകളിൽ പ്രസംഗിക്കുന്നുവെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കേൾക്കുന്നു. ഇതിനൊരു അന്ത്യം ഉണ്ടാകുമോ അടുത്തിടെ? അതൊരു എനിക്ക് തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പം ഇപ്പം അവിടെ തോറ്റ സ്ഥാനാർത്ഥി ഗണേഷ് കുമാർ, അദ്ദേഹം ഒരു കാലത്ത് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നതാണ്. 25 വർഷം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ ആളുകളെ ഇങ്ങനെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം വാക്ചാതുരി കൊണ്ട് ആളുകളെ അദ്ദേഹം പിടിച്ചു നിർത്തുമായിരുന്നു. അതെല്ലാ കാലത്തും നടക്കില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ സത്യസന്ധമാകുകയും ജീവിതത്തിനോട് നമ്മൾ സത്യസന്ധത പുലർത്തിയില്ല എങ്കിൽ അതെല്ലാ കാലത്തും നമുക്ക് പറ്റില്ല. അതിൻ്റെ അകത്ത് കാപട്യവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കുറേ കഴിയുമ്പോൾ ആളുകൾ തിരിച്ചറിയും. അതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു തിരിച്ചടിയാണ് സംഭവിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയൊക്കെ ഒരു തട്ടകത്തിൽ ആളുകൾ അദ്ദേഹത്തെ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലും, സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പോലും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് NSSൻ്റെ തന്നെ അവിടുത്തെ താലൂക്ക് യൂണിയനിലെ ഭൂരിപക്ഷം ആളുകളും രാജിവെച്ച് പോവുകയും ഇദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും NSS നേതൃത്വം അദ്ദേഹത്തെ മാറ്റുകയും പിന്നെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് തോൽക്കുകയും ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ വലിയ തോതിൽ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു സാത്വികനായ ഒരു മനുഷ്യനെ ഇദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ആ വിഷയമൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടി അദ്ദേഹം രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുകയും ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിഷേധവും വേദനയും ഒക്കെ ഒരു സമൂഹത്തിനുണ്ട്. ഇതെല്ലാം കൂടി ചിലപ്പോൾ നമുക്ക് സമയദോഷം വരുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചു വരും. അതാണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് സമയദോഷം വരും. അല്ലാത്ത ആളുകളൊക്കെ എപ്പോഴും ഒരേപോലെ പോകും. നമ്മൾ ഒരുപാട് ഓവറായി ആക്ട് ചെയ്ത് ഓവറായി ഷൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും അതിന് ചേർന്ന് പോകുന്നില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് നേരെ തിരിച്ചടിക്കും. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 വർഷങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അദ്ദേഹം നടത്തുന്നത് എന്ന്. അടുത്ത കൊല്ലമെങ്കിലും വീണ്ടും MLA കസേര തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അല്ല, അത് നല്ല കാര്യമാണ്. അപ്പം അതിന് നല്ല രീതിയിൽ സത്യസന്ധമായി ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കത്തക്ക രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ച് അദ്ദേഹം മുന്നോട്ട് വരട്ടെ. അതല്ലാതെ ആളുകളെ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം NSS നേതൃത്വത്തിനൊക്കെ എതിരാകാം. കാരണം ഒരു 2 മാസം മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ സുകുമാരൻ നായർ സാറിനെ കുറിച്ച് പറഞ്ഞത്, ചേട്ടന് എനിക്ക് എൻ്റെ പിതാവിനെ പോലെയാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെയും NSSനെയും ഒരിക്കലും എതിര് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ ആൾ നേരെ തിരിച്ചു പറയുക. അദ്ദേഹം പറഞ്ഞു വാക്കിന് വ്യവസ്ഥ ഉണ്ടാകണം. ഒരിക്കലും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് നമ്മൾ ഉറച്ചു നിൽക്കണം. അതിനകത്ത് ചിലപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. ഇത് ആഴ്ചകൾ പോലും നിൽക്കാതെ തന്നെ പെട്ടെന്ന് തകിടം മറിയുന്നു. അതെ, പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം, നാളെ മാറ്റി പറയേണ്ടി വരുമോ എന്നുകൂടി. സൂക്ഷിച്ചേ പറയാവുള്ളൂ. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ സൂക്ഷിച്ചേ സംസാരിക്കാവുള്ളൂ. അതെ, കേരള കോൺഗ്രസ് പിയുടെ പതനം പോലും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ധാർഷ്ട്യത്തിന്റെയും സ്വഭാവ പ്രശ്നങ്ങളുടെയും ബാക്കി പത്രമാണ് എന്ന് പറയേണ്ടി വരും. അത് ബാലകൃഷ്ണപിള്ള സാറുള്ള കാലം മുതലേ അദ്ദേഹം അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം മകനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ ആരും പറഞ്ഞിട്ടില്ല.
അതെ. എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് ബാലകൃഷ്ണപിള്ള സാറ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഈ കേരള കോൺഗ്രസ്സിനെതിരായിട്ട് പിന്നെ നിൽക്കുന്ന ആളുകൾ എന്നുള്ളതിൽ അദ്ദേഹം എപ്പോഴും എന്നോട് വലിയ ലോഹ്യം ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാരനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനോട് വലിയ അടുപ്പവും സ്നേഹം ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പറയുന്നതിലുള്ള പോലെ വാക്കുകൾ വേറെ ആരും സംസാരിച്ചിട്ടില്ല. ശത്രു ആണെങ്കിൽ ഏറ്റവും വലിയ ശത്രു പിതാവ് തന്നെ ആയിരിക്കണം. അതെ, അയ്യോ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, അതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ശരി. അപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ എന്ന വ്യക്തി അറിയപ്പെടുന്നത് മികച്ച ഒരു ഗതാഗത മന്ത്രി എന്നുള്ള നിലയിലാണ്. അപ്പോൾ കഴിഞ്ഞ കുറെ നാൾ ഗതാഗത മന്ത്രിയായിരുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്. അതിനുശേഷം കുറെ ആരോപണങ്ങളും അഴിമതി പ്രശ്നങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ട്. മികച്ചതെന്നൊന്നും പറയുന്നതിലൊന്നും അല്ല, വലിയ പറയപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചില പുതിയ തരം ബസ്സുകൾ ഇറക്കുന്നു, ആ ബസ്സുകളൊക്കെ ഓടിച്ചു കാണിക്കുന്നു. അത്തരം ബസ്സുകളൊക്കെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നോ, അതിനുശേഷമാണ് ലക്ഷങ്ങളുടെ കണക്കുകൾ നമുക്കറിയത്തില്ലല്ലോ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നതെന്ന്. പെട്ടെന്ന് എവിടെയെങ്കിലും ലോകത്തെ എവിടെയെങ്കിലും കണ്ട് നല്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു ബസ് സംവിധാനം കണ്ട് അതോടനെ ഇവിടെ വരുന്നു, സർക്കാരിൻ്റെ കാശുണ്ട്, എടുക്കുന്നു, മേടിക്കുന്നു, ഓടിക്കുന്നു. ഇതൊരു വലിയ, അതൊന്നും ഗതാഗത മന്ത്രിയുടെ ഒരു മിടുക്കായിട്ടല്ല എനിക്ക് തോന്നുന്നത്. നമ്മൾ കേരളത്തിന് ചേർന്ന രീതിയിൽ വേണം നമുക്കിതൊക്കെ കൊണ്ടുവരാൻ. ഇത് വേറെ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇവിടെ അത് യോജിക്കാത്ത കാര്യങ്ങൾ അവിടെ വന്ന് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. കേരളത്തിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം നമുക്കത് കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് പിന്നെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, വാചക കസർത്തുകളും അദ്ദേഹത്തിൻ്റെ PR ഏജൻസികളാണ് അദ്ദേഹത്തിൻ്റെ തന്നെ PR വർക്കുകളാണ് അദ്ദേഹത്തിന് ഈ കുറച്ച് പിന്നെ ഈ കാലഘട്ടം അതല്ലേ. ഈ കാലഘട്ടത്തിൽ സത്യമേതാ മിഥ്യേതാ, പിന്നെ നല്ലവനേതാ മോശപ്പെട്ടവനേതാ നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത കാലമാണ്. സോഷ്യൽ മീഡിയയും അവരുണ്ടാക്കുന്ന ഹൈപ്പുമാണ് ആളുകളെ വലിയ മാന്യനാക്കുന്നതും മഹാനാക്കുന്നതും ആളുകൾക്ക് അനുകൂലമായി പെട്ടെന്ന് ട്രെൻഡ് ഉണ്ടാക്കുന്നതും അവനെ വലിച്ചു താഴോട്ടിടുന്നതും ഇതെല്ലാം ഒരു മേഖലയല്ലേ. അതിനകത്ത് ഏതാണ് സത്യം ഏതാണ് മിഥ്യ നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതെ. ഇപ്പുറത്തെ വശത്ത് നമുക്ക് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട്, CP ജോൺ ഉണ്ട്. അതുപോലെ KSRTCയിൽ വരുന്ന ഈ പറഞ്ഞ കേരളത്തിന് യോജിക്കുന്ന, കേരളത്തിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ട്. ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? CP ജോൺ നല്ല പഠിക്കുന്ന ആളാണ്. നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഭരണത്തിൽ വരാൻ ഇപ്പോഴാണ് കഴിഞ്ഞിട്ടുള്ളത് എങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളതാണ്. നമ്മുടെ പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്ലാനിംഗ് ബോർഡിലെ മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ നല്ല അത്യാവശ്യം അറിവും വിവരവും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നത് പുതിയ പദ്ധതികൾ ഞാൻ പല പ്രാവശ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ KSRTCയെ ഈ പിന്നെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ നമുക്കത് പിന്നെ KSRTCയിലെ സാമ്പത്തിക സുരക്ഷിതത്വം കൊണ്ടുവരാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. KSRTC സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം കേരളത്തിൻ്റെ ഏറ്റവും കണ്ണായ പ്രദേശങ്ങളിൽ ഭൂമിയുള്ളവരാണ് KSRTCക്കാർ. കേരളത്തിൻ്റെ എല്ലാ നഗരങ്ങളിലും കണ്ണായ സ്ഥലത്ത് ഭൂമിയുള്ളവരാണ്. സത്യത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ അത്രയും സ്ഥലവും കാര്യങ്ങളൊന്നും ആവശ്യമൊന്നും ഉള്ളതല്ല. അതിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഭയങ്കരമായ സാമ്പത്തികമായ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ കഴിയും. KSRTCക്ക് പിന്നെ വലിയ വളർച്ചയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വരാൻ പറ്റുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടും പുതിയ ആലോചനകളൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ KSRTCക്ക് ഫ്രീ ആയിട്ട് വേണം കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റും. എല്ലാവർക്കും എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് CP ജോൺ. അതുകൊണ്ട് തന്നെയാണ് CP ജോൺ ആ വകുപ്പ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതേപോലെ അണിയറയിൽ അത്തരത്തിലുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പ്ലാനുകളും കണ്ടേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.